ബ്രാൻഡിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ഇതിനു പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാക്ഷിയും പൾസർ സുനിക്കൊപ്പം 1 വർഷം ജയിലിൽ കഴിഞ്ഞ ആളുമായ ജിൻസൺ. സുനി ജാമ്യത്തിലിറങ്ങിയ അവസരം മുതലാക്കാൻ പലരും ശ്രമിക്കും എന്നും ദിലീപിന്റെ ഉദ്ദേശം ഇനിയാണ് നടക്കാൻ പോകുന്നതെന്നും ജിൻസൺ പറഞ്ഞു. ജിൻസന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പൾസർ സുനി ജാമ്യത്തിലിറങ്ങി എന്ന് പറഞ്ഞ് കിട്ടിയ അവസരം മുതലാക്കാൻ മറ്റു പലരും ശ്രമിക്കും. ഇതിലെ 8ാം പ്രതിയായിരുന്നു. ആളുടെ ഉദ്ദേശം എന്തായിരുന്നോ അതാണ് ഇനിയാണ് നടക്കാൻ പോകുന്നത്. ഇവരെ സമൂഹത്തിൽ മോശക്കാരാക്കുക എന്നതായിരുന്നല്ലോ അവരുടെ ഉദ്ദേശം. ആ ഉദ്ദേശം പൾസർ സുനിയുടെ ജാമ്യത്തിലൂടെ ഇനി നടപ്പിലാക്കാൻ ശ്രമിക്കും. അതിനുവേണ്ട ജാഗ്രത കാണിക്കണം. ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഫോണിലെ വിവരങ്ങൾ പോലും ജഡ്ജസ് കണ്ടു, കോടതി ജീവനക്കാർ കണ്ടു എന്നിങ്ങനെ പലരും കണ്ടു എന്ന വാർത്ത അന്തരീക്ഷത്തിൽ പരന്നു നിൽക്കുകയാണ്. അതിനിടയ്ക്ക് പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൾസർ സുനിയുടെ കയ്യിൽ നിന്നാകും ഇനി അതെല്ലാം ലീക്കാകുക എന്നൊരു ധാരണ പൊതുവെ വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിനെ വീണ്ടും അകത്തേക്ക് വിടാനുള്ള സംവിധാനങ്ങൾ ഇതിനിടയിൽ ഗൂഢാലോചന നടത്തുന്ന ആളുകൾ ചെയ്യും എന്നൊരു ധാരണ എനിക്കുണ്ട്. അത് വേണ്ട രീതിയിൽ പരിഗണിക്കാൻ കേരള പോലീസിന് അതുപോലെ സർക്കാരും ജാഗ്രത കാണിച്ചില്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്ക് അത് പോകും. അതിജീവിതയ്ക്ക് വേണ്ട പരിരക്ഷ കേരള സർക്കാർ തന്നെ കൊടുക്കണം. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമാണ് പോലീസിന്. അത് ഏത് പോലീസാണ് കൊണ്ടുപോകുക എന്നതാണ്. ഇതിനായിട്ടുള്ള പോലീസാണോ അതോ ചില സാമർഥ്യം കാണിക്കുന്ന സ്വാധീനമുള്ള ആളുകളുടെ പോലീസ് ഉണ്ടാവും, അവരാണോ കൊണ്ടുപോകുക എന്നറിയണം. അതിലൊക്കെ പെട്ട് പൾസർ സുനിയെ പൊക്കിക്കൊണ്ടു പോകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബക്കാരും അദ്ദേഹത്തിനൊപ്പമുള്ള ആൾക്കാരും നോക്കേണ്ടതാണ്. ജെന്യുവിനായി നിൽക്കുന്ന ബൈജു പൗലോസിനെയും അദ്ദേഹത്തെ അസിസ്റ്റന്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളും അത്തരം കാര്യങ്ങൾക്ക് നിൽക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷി പറയുന്നതിനും മറ്റും അവർക്കൊപ്പം പലതവണ പോയിട്ടുണ്ട്. അവരിൽ നിന്നും കിട്ടിയ അനുഭവങ്ങൾ വളരെ ജെന്യുവിനായിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കളിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവരൊക്കെ പൾസർ സുനിയെ ഇനി എങ്ങനെ വിനിയോഗിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. 7.5 കൊല്ലം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ് പൾസർ സുനി. പൾസർ സുനിയുടെ ജീവനാണോ അതോ മറ്റു പലരുടെയും ജീവനാണോ ആപത്തുണ്ടാകുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഞാൻ ഏകദേശം 1 വർഷത്തോളം ജയിലിൽ കിടന്ന ആളാണ്. എനിക്കുണ്ടായ ബന്ധങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതുപോലെ 7.5 കൊല്ലം സുനിയെ സംബന്ധിച്ച് അവൻ എല്ലാവരോടും നന്നായി പെരുമാറുന്ന ആളാണ്. 7.5 കൊല്ലം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തിക്കുള്ള ബന്ധങ്ങൾ എന്താവും ഏതാവും എന്നുള്ളതൊക്കെ എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം. ആരുടെയൊക്കെ ജീവന് ഭീഷണിയാകുമെന്നുള്ളത് കാത്തിരുന്ന് കണ്ടാൽ മതിയെന്നുമാണ് ജിൻസൺ പറയുന്നത്. അതേസമയം പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കുമെന്നും വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്നും അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യത ഉണ്ടെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു. എന്നാൽ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്.